ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേറെ ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. They really want to think about you and the current feelings of your person. Okay. യെസ്, അവർക്കൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടാവണം. ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് എന്നാണ്. അവർ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് അവരിപ്പോൾ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ആൻഡ് ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു കാർഡ്. ഈ ഒരു സമയത്ത് നിങ്ങളും ആ പേഴ്സണുമായിട്ട് ഒരു സ്പേസ് കാണുന്നുണ്ട്. ഈ വ്യക്തി തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നൊരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിലും മേ ബി അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു അഗാധമായിട്ട് തന്നെ, അതായത് നിങ്ങളും അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ നിമിഷങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സ്പേസിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ആവുന്നുണ്ട്. ഇനിയും മാത്രം ചിന്തകൾ കൊണ്ട് അവരിൽ ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. ആൻഡ് അവർ മനസ്സിലാക്കുന്നു, അവർ അവർ മനസ്സിലാക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കും എന്നും അവർ ആഗ്രഹിക്കുന്നു, മനസ്സിലാക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് റിഗ്രറ്റാണ്, ശരിക്കും അവർക്ക് റിഗ്രറ്റ് ആവുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കരുതായിരുന്നു എന്ന് ഓർത്തിട്ട് അവർ റിഗ്രറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടും ആ ഒരു ഗിൽറ്റ് ഫീലിങ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്, ഈ വ്യക്തിയുടെ ഫീലിങ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും ലൈഫിൽ ഇപ്പോൾ അവർക്ക് മിസ്സാവുന്നുണ്ട്. അവർ കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ തെറ്റായ വശങ്ങൾ അവർ തന്നെ സ്വയം അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് തെറ്റുകൾ ഈ ഒരു സെപ്പറേഷൻ കാരണം, അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വേർപാടിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൽ അവർ മനസ്സിലാക്കാനിടയായി എന്നുള്ളതാണ്. ആൻഡ് ദ സ്ട്രെസ് ഫ്രം ഈസ് ഡ്രെയിനിങ് മീ. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവുകയാണ് ആ വ്യക്തി. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, നിങ്ങളില്ലാതെ അവർക്ക് പോകാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് അവർക്ക് അവർ ടയേർഡായി പോവാണ്. അവർ അത്രയും ഓവർ സ്ട്രെസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. സ്ട്രെസ് ഫീലിങ്സ് ആൻഡ് ഡെസ്റ്റിനി കാണിക്കുന്നുണ്ട്. അവരുടെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നു, കട്ടായി നിൽക്കുന്ന പോലെ. അവർക്ക് മുന്നോട്ടുള്ള പാത്തില്ല, അവർക്ക് ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം ഒന്നും അറിയില്ല, ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. അതായത് അവരുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ തെറ്റ് അവർക്ക് തിരുത്താൻ അവർക്ക് അവസരം കിട്ടുന്നില്ല, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ അവർ എന്താണ് ഇനി മുന്നോട്ടുള്ള ഒരു വഴി, നിങ്ങളുമായിട്ട് ഇനി കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമോ, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ, ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് അവർ ആകെ തകർന്നിരിക്കുന്നു. അവരുടെ ഹാർട്ട് ബ്രേക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് ഈഗോയിസ്റ്റിക് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് പലർക്കും ഇതൊരു ഡിസ്റ്റൻസ് സെപ്പറേഷനിലൊക്കെ എത്തിയിട്ടുള്ളത്. അത് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ഈഗോ ഇഷ്യൂസ് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സമയത്ത് കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള അവസരങ്ങൾ അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി. അതായത് നിങ്ങൾക്ക് മുന്നിൽ ഒന്നും അഡ്മിറ്റ് ചെയ്യാൻ അവർക്ക്
താല്പര്യമില്ല. അതായത് അവരുടെ ഈഗോയാണ് അതിൻ്റെ കാരണം. ആ ഒരു സമയത്തൊക്കെ അവരങ്ങനെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നിട്ട് പെട്ടെന്നാണ് ഇപ്പോൾ ലൈഫിലെല്ലാം ശൂന്യമായി പോയി. നിങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് അവരെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം, ഒരു പക്ഷേ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. ഇതൊക്കെയാണ് ഈ വ്യക്തിയിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പോലും വിശ്വസിക്കാനാവാത്ത രീതിയിൽ ഈ വ്യക്തി ചേഞ്ച് ആയിരിക്കുന്നു. ഇപ്പോഴും അവർ സ്വയം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സംഭാഷണം കേൾക്കണം, നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കണം, ഒത്തിരി നേരം നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കണം, മനസ്സ് തുറക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരായിട്ടുണ്ടാക്കിയ ഈ ഒരു ഡാമേജ് അവർക്കായിട്ട് തന്നെ ഹീൽ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ്. രണ്ടു പേർക്കും ഒരുപോലെ ഹേർട്ട് ആവുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല അവരുടെ ലൈഫിൽ. അവരിപ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ളതാണ്. അവർ ഒരു ചേസർ എനർജിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും നാളും അവർ നിങ്ങളെ വിട്ട് അകന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കായിരുന്നു ആ ഒരു ചേസിങ് എനർജി ഉണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, എപ്പോഴും അവർക്ക് മുന്നിലെ താഴ്ന്നു കൊടുക്കാൻ ശ്രമിച്ചു, നിങ്ങൾ തന്നെ എപ്പോഴും ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം തന്നെ ഈ വ്യക്തി ആ ഒരു റണ്ണർ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആക്ടിവിറ്റി, അതായത് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ യാതൊരു ആക്ഷൻ എടുക്കാണ്ടിരിക്കുന്നുണ്ടാവും, ഇത് ആ വ്യക്തിയിൽ ആ റിവേഴ്സ് എനർജി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ വ്യക്തിയിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, യെസ്, അത് എന്താണ് അവിടെ സംഭവിച്ച ആ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് അവർ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് വാണ്ട് ടു റൺ എനി മോർ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരിക്കലും ഇനി നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.